ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് കാരണം ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ എൻ്റെ ചാനലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, എൻ്റെ ചാനലിൽ പക്ഷേ വ്യൂസ് വരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്നോ രണ്ടോ വീഡിയോസിന് വ്യൂസ് വരുന്നുണ്ട്, ബാക്കിയൊന്നും യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ലഭിക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ചാനലിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന കമൻസിനെ എല്ലാം ഇതുപോലെ ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാലേ അറിയാം, ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയുടെ തേർഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കമൻ്റാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ പുതുതായിട്ട് വരുന്ന നിങ്ങളും അതുപോലെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തിരുന്ന കുറേ തെറ്റുകളും അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വ്യൂസ് കൊണ്ടുവരാനും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വളരെ പെട്ടെന്ന് തന്നെ റീച്ച് ഉണ്ടാവാനും അതുപോലെ അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയെടുക്കാനും സാധിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങളെപ്പോലെ ഞാനും ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് പല പല തെറ്റുകൾ ചെയ്ത് എൻ്റെ ചാനലിൻ്റെ ആ ഒരു ടൈം ഞാൻ വെറുതെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും യൂട്യൂബിൽ നിന്ന് എന്നെപ്പോലെ എന്തെങ്കിലും ഏണിങ്സ് ലഭിക്കണമെന്നും അതുപോലെ ആ ഒരു ഏണിങ്സ് കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്തി നമ്മുടെ ചാനലിൽ പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഇന്ന് നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും. അല്ലാതെ ചിലർ കാണാം, നമ്മുടെ ചാനലിൽ ഒരു മെമ്മറി ആയിട്ട്, അതായത് നമ്മുടെ ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് അതിൽ കാണാൻ പറ്റുമല്ലോ എന്നാഗ്രഹിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരും കാണാം. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിൽ ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ പുതിയതായിട്ട് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് ഇത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ നമുക്ക് എന്താണോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത് അതേ കണ്ടന്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഒരേ കണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഡെയിലി ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് കഴിയുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കുക്കിംഗ് വീഡിയോ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ എന്റർടൈൻമെന്റ് ആയിരിക്കണം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഒരു ദിവസം ചെയ്യുന്നു, ഒരു ദിവസം നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുന്നു, അങ്ങനെയല്ല, ഒരേ കണ്ടന്റിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടന്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ കുക്കിംഗ് വീഡിയോസും ഡെയിലി വീഡിയോസ് ഒക്കെയാണ്, ഡെയിലി വ്ളോഗ്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ടിപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ എന്ത് കണ്ടന്റ് ആണോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത് ആ കണ്ടന്റിൽ നിന്നുകൊണ്ട് മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് നമ്മളുമായിട്ട് കണക്ട് ആയിരിക്കുകയും അതുപോലെ യൂട്യൂബ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം ഇപ്പം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. യൂട്യൂബിൽ അത്യാവശ്യം ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് മാത്രം പോരാ, അതേ കണ്ടന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് ഇടാനും കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ കണ്ടെത്തി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോസ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തു, നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു, അതുപോലെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. യൂട്യൂബിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ലോങ് വീഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ കൊടുക്കുക. ആ തമ്പനെയിൽ എന്താണ് അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം, ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ മറ്റൊരാളുടെ ഹോം പേജിൽ എത്തുമ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു തമ്പനെയിലാണ്. അത് അട്രാക്റ്റീവ് ആണെങ്കിൽ ആ ഒരു വ്യൂവർ അത് ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കും.
അപ്പോൾ അതുവഴി നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ആ ഒരു വീഡിയോസിൻ്റെ റീച്ച് കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ഷോർട്ട് വീഡിയോയുടെ കാര്യത്തിലും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ മറ്റൊരാളുടെ ഹോം പേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ കാണുമ്പോഴായിരിക്കും അത് അവർ ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യൂവറിന്റെ ഹോം പേജിൽ എത്തുമ്പോൾ അവർ ക്ലിക്ക് ചെയ്ത് അത് കാണാനായിട്ട് സാധിക്കും. അതുവഴി നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ വ്യൂസ് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലോങ് വീഡിയോസ് ഇടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ലോങ് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി 1-2 ഷോർട്ട് വീഡിയോ, ഒന്നിൽ കുറയാതെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം നിങ്ങൾ കീപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരം 6 മണിക്കാണ് നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അടുത്ത ദിവസവും 6 മണിക്ക് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നാളെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നു, പിറ്റേന്ന് വീണ്ടും ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ അത് കുറയ്ക്കുന്നതാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം കീപ്പ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ആ വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആ ഒരു ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി യൂട്യൂബിന്റെ കുറച്ച് റൂൾസിനെ പറ്റി പറയാം. അതൊരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തു, അത് അൺലിസ്റ്റഡ് ആക്കിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നോട്ടീസസ് എന്നോ അല്ലെങ്കിൽ ബ്ലോഗ്ഡ് എന്നോ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിലർക്ക് അത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു, അതിന് ബ്ലോഗ്ഡ് എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോ പെട്ടെന്ന് പേടിച്ച് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ചാനലിൽ എത്രത്തോളം ടൈമിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു അത്രത്തോളം യൂട്യൂബിന് അതൊരു ബാഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് യൂട്യൂബ് സ്വാഭാവികമായിട്ട് നമ്മുടെ വീഡിയോസിന്റെ റീച്ച് കുറയ്ക്കും. അതുപോലെ ചിലപ്പോൾ കുറേ പേര് വിചാരിക്കും, ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടു, അതിന് അത്യാവശ്യം എനിക്ക് വ്യൂസ് കിട്ടി, പക്ഷേ നാളെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത് 1K അല്ലെങ്കിൽ 5K ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് എൻ്റെ ചാനലിന് ഒരു ബാഡ് ഇംപ്രഷൻ അല്ലെ, ആരെങ്കിലും എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രീതി എന്തെങ്കിലും തെറ്റായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെ എത്രത്തോളം നിങ്ങൾ ഡിലീറ്റ് ആക്കി നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു അത്രത്തോളം യൂട്യൂബ് ആ ഒരു റെക്കമെൻഡേഷൻ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഈ തെറ്റുകൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗൂഗിളിൽ നിന്നോ പിക്സലിൽ നിന്നോ ഒക്കെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളോ ഫോട്ടോയോ ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. അതിന് പുറകിൽ ചിലപ്പോൾ നിങ്ങൾ മ്യൂസിക് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വോയിസ് ഓവർ നൽകുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്നോ റെപ്പറ്റേറ്റീവ് കണ്ടന്റ് എന്നൊക്കെ വന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും മോണിറ്റൈസേഷൻ കിട്ടാൻ. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. അതുപോലെ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നത്, എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടും തന്നെ കൂടുന്നില്ല, എങ്ങനെ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ ഹാഫ് മോണിറ്റൈസേഷൻ, അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ. അതിൽ ബാക്കി ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്, എല്ലാവർക്കും അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയുന്നില്ല. 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വേണം, എന്നാൽ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒട്ടും തന്നെ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചാനലിൽ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ലൈവ് സ്ട്രീം കൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതി, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ശരിയായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ അറിയില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയില്ല എന്നുള്ളവർ എൻ്റെ ചാനലിൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ ചാനലിൽ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ
തന്നെയാണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ആയിട്ട് കൊടുത്തേക്കാം. ഈ വീഡിയോസ് ഒക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല, അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ എന്ത് തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.